സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് സുപ്രീം കോടതിയിൽ നിന്ന്, നമ്മുടെ പരമോന്നത കോടതിയിൽ നിന്ന് കഴിഞ്ഞ ജൂലൈ 23-നുണ്ടായ വളരെ സുപ്രധാനമായ ഒരു വിധിയെക്കുറിച്ചാണ്. ജനിതകമാറ്റം വരുത്തിയ വിത്തുകൾ അല്ലെങ്കിൽ ജനിതകമാറ്റം വരുത്തിയ വിത്തുകളോ വിളവോ അതുപയോഗിച്ചുണ്ടാക്കിയ ഉൽപ്പന്നങ്ങളോ ഇറക്കുമതി ചെയ്യുന്നത്, വിപണനം ചെയ്യുന്നത്, ഇത് സംബന്ധിച്ചൊക്കെ ഒരു ദേശീയ നയം രൂപീകരിക്കണം എന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. രണ്ടംഗ ബെഞ്ചാണ് ഈ വിധി പുറപ്പെടുവിച്ചത്. ജസ്റ്റിസ് ബി വി നാഗരത്നയും ജസ്റ്റിസ് സഞ്ജയ് കരോളും അടങ്ങുന്ന ബെഞ്ച്. ഈ രണ്ട് ജഡ്ജിമാരും രണ്ട് വിധിന്യായങ്ങളാണ് പുറപ്പെടുവിച്ചത്. ഒറ്റ കാര്യത്തിൽ മാത്രമാണ് ഇവർക്ക് അഭിപ്രായ ഐക്യം ഇല്ലാതിരുന്നത്. അതായത് ജനിതകമാറ്റം വരുത്തിയ കടുക്, അതിൻ്റെ വിത്ത്, കടുകിൻ്റെ വിത്ത് ജനിതകമാറ്റം വരുത്തിയത് പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി നടത്തുന്നതിന് കേന്ദ്ര സർക്കാർ 2022 അനുവാദം നൽകിയിരുന്നു. ഇത് അസാധുവാക്കണം, റദ്ദാക്കണം എന്നുള്ളൊരു ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റിസ് ബി വി നാഗരത്ന പറഞ്ഞത് ഇത് തീർത്തും തെറ്റാണ്, അതുകൊണ്ട് ഇത് റദ്ദാക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ജസ്റ്റിസ് സഞ്ജയ് കരോൾ പറഞ്ഞത് അത് പോളിസി ഡിസിഷനാണ്, അതിൽ ഇടപെടാൻ ജുഡീഷ്യറിക്ക് സാധിക്കില്ല എന്നാണ്. അപ്പോൾ ഈ വിഷയം, ഇതിൽ ഇടപെടാൻ സാധിക്കുമോ ഇല്ലയോ, ഇത് നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ള വിഷയം ഒരു ലാർജർ ബെഞ്ചിന് വിടുന്നതിന് വേണ്ടി ചീഫ് ജസ്റ്റിസിൻ്റെ മുമ്പിലേക്ക് അയക്കാൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. മറ്റു കാര്യങ്ങളിലൊക്കെ ഏകാഭിപ്രായമായിരുന്നു. അത് സംബന്ധിച്ചുള്ള ഉത്തരവും പുറത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് വലിയ വാർത്തയായില്ല. അന്ന് ഹിന്ദു അടക്കമുള്ള ഏതാനും ചില പത്രങ്ങൾ, ചില ടെലിവിഷൻ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇതിൽ ഭിന്ന വിധി എന്നുള്ള മട്ടിലാണ് വിധി പുറപ്പെടുത്തു വന്നത്. സർക്കാരിന് രണ്ട് ജഡ്ജിമാരും സംയുക്തമായി നൽകിയ നിർദ്ദേശങ്ങൾ അത് പുറത്തേക്ക് വരികയുണ്ടായില്ല, അല്ലെങ്കിൽ അത് വലിയ തോതിൽ ചർച്ചയുമായില്ല. ഈ വിഷയമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് കിസാൻ മസ്ദൂർ മോർച്ചയുടെ ദേശീയ നേതാവും അതോടൊപ്പം സ്വതന്ത്ര വ്യാപാര കരാറുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന സംഘടനയുടെ സംസ്ഥാനത്തെ കൺവീനറുമായ ശ്രീ PT ജോണാണ്. ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തായിരുന്നു സുപ്രീം കോടതി വിധി എന്നുള്ളത് കൂടെ പറയണം. സുപ്രീം കോടതി ഇത്തരം ജനിതകമാറ്റം വരുത്തിയ, ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള സീഡുകൾ, ജനിതകമാറ്റം വരുത്തിയ വിത്തുകൾ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച്, ആ ജനിതകമാറ്റം വരുത്തിയ ഭക്ഷ്യവസ്തുക്കൾ, പ്രത്യേകിച്ച് ഭക്ഷ്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനെ സംബന്ധിച്ച്, അത് വിതരണം ചെയ്യുന്നത് സംബന്ധിച്ച്, വിപണനം ചെയ്യുന്നത് സംബന്ധിച്ച്, ഇതിനൊക്കെ സംബന്ധിച്ചിട്ടുള്ള ദേശീയ നയം രൂപീകരിക്കണം എന്നാണ് സുപ്രീം കോടതി പ്രധാനമായിട്ടും നിർദ്ദേശിച്ചത്. ഇക്കാര്യത്തിൽ രണ്ട് ജഡ്ജിമാരും ഒരേ അഭിപ്രായക്കാരാണ്. അതാണ് കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടും ചർച്ച നടത്തണം. കർഷകർ, മറ്റ് ശാസ്ത്രജ്ഞർ, അങ്ങനെ സംസ്ഥാന സർക്കാരുകൾ, വിവിധ സംഘടനകൾ, ഇവരുമായിട്ടൊക്കെ ചർച്ച നടത്തി ഒരു ദേശീയ നയം രൂപീകരിക്കണം. 4 മാസത്തിനുള്ളിൽ ഇതിനുള്ള നടപടികൾ തുടങ്ങണം. ഇങ്ങനെ ഒരു ദേശീയ നയം രൂപീകരിക്കാൻ പോവുകയാണ് എന്നുള്ളത് പൊതുജനത്തെ അറിയിക്കണം. ഇങ്ങനെ പല നിർദ്ദേശങ്ങൾ സുപ്രീം കോടതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഈ വിധി വന്ന് ഏതാണ്ട് 1.5 മാസമാകുമ്പോഴും കേന്ദ്ര സർക്കാർ ഒന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഈ പ്രധാനപ്പെട്ട കർഷക സംഘടനകളിൽ, നമ്മൾ ഡൽഹിയിലൊക്കെ നടന്ന കർഷക സമരം ഒക്കെ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവുമല്ലോ. അതിൻ്റെയൊക്കെ ഭാഗമായിരുന്ന ആളാണ് ശ്രീ PT ജോൺ. പ്രധാനപ്പെട്ട കർഷക സംഘടനകൾ ചേർന്ന് പ്രധാനമന്ത്രിക്ക്, സർക്കാരിന് ഒരു നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. ഇതിൽ തുടർ നടപടികൾ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. നമ്മൾ ഈ വിധിയെപ്പറ്റി പറയുമ്പോൾ 2004 മുതലുള്ള കേസാണ്. 2004 ആദ്യത്തെ ഹർജി വരുന്നത്. വന്ദന ശിവ അടക്കമുള്ള ആളുകൾ ഹർജിക്കാരായിട്ടുണ്ട്. കർഷക സംഘടനകളുണ്ട്, മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പറയുക. അവരൊക്കെ കൊടുത്ത ഹർജികളാണ്. പിന്നീട് ചില ഹർജികൾ അതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഈ ഏതാണ്ട് 2000-ഓടടുപ്പിച്ച് കോട്ടൺ, പരുത്തി വിത്തിൻ്റെ, ജനിതകമാറ്റം പറ്റിയ പരുത്തി വിത്ത് ഇന്ത്യയിൽ ഉപയോഗിക്കാനുള്ള BT കോട്ടൺ ഉപയോഗിക്കാനുള്ള അനുമതി ഇന്ത്യയിൽ കിട്ടുന്നുണ്ട്. അത് ഉപയോഗിച്ചു തുടങ്ങുന്നുണ്ട്. പക്ഷേ പിൽക്കാലത്ത് BT കോട്ടൺ ഉപയോഗിച്ചവരുടെ കർഷകർ തന്നെ വലിയ പ്രതിസന്ധിയിലാകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതങ്ങനെ നിൽക്കുന്നു. മറ്റ് വിത്തുകൾക്കൊന്നും ഇവിടെ ഇന്ത്യയിൽ ഉപയോഗിക്കാൻ അനുവാദമില്ല. BT ബ്രിഞ്ചാൾ പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാനുള്ള അനുവാദം നൽകാൻ ശ്രമിക്കുകയും പിന്നീട് അതിൽ നിന്ന് സർക്കാർ പിൻവാങ്ങുകയും ചെയ്തു, UPA സർക്കാരിൻ്റെ കാലത്ത്. പിന്നീട് 2022 കടുക് മസ്റ്റർഡ്, അതിൻ്റെ ജനിതകമാറ്റം വരുത്തിയ കടുക് വിത്ത് ഉപയോഗിക്കാൻ, പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിക്കാൻ ഈ BJP സർക്കാർ അനുവാദം കൊടുത്തു. അതും സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. ഞാൻ ചോദിക്കുന്നത്, ഈ ഇപ്പോൾ ഉള്ള വന്ന വിധിയുടെ ഒരു പ്രാധാന്യം അത് എത്രത്തോളം? ഒന്ന്
ഇത്ര ദീർഘകാലം കഴിഞ്ഞ 20 വർഷക്കാലം സുപ്രീം കോടതിയിൽ ഈ കേസ് നടക്കുകയാണ്. സുമൻ സഹായിയാണ് ആദ്യത്തെ പെറ്റീഷണറായി 2004 വരുന്നത്. അതിനുശേഷം നിരവധി ആളുകൾ കേസിലേക്ക് വന്നു. മോൺസാൻഡോ മുതൽ ബയർ വരെയുള്ള മൾട്ടിനാഷണൽ കമ്പനികൾക്കെല്ലാം വക്കീൽമാരും അവരുടെ ആർഗ്യുമെൻസുമായിട്ട് അവർ കോടതിയിൽ നിന്നിരുന്നു. ഇപ്പോഴീ വിധി ഉണ്ടായി എന്നുള്ളത് ചെറിയൊരാശ്വാസമല്ല നമ്മളെപ്പോലെയുള്ള കൃഷിക്കാർക്കും സംഘടനാ നേതാക്കന്മാർക്കും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ വിധി അടിസ്ഥാനപരമായി നിങ്ങളൊരു നയം രൂപപ്പെടുത്തണം. ലോകത്താകമാനം ജനറ്റിക്കൽ എഞ്ചിനീയറിങ്ങിനെതിരായിട്ട് ജനറ്റിക് ടെക്നോളജി, GMO, BT ഇതിൻ്റെ മുകളിലൊക്കെയുള്ള അത് വ്യാപിപ്പിക്കാനുള്ള ശ്രമം, അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമം, ആരംഭിച്ച പല രാജ്യങ്ങളും അത് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ച സംഭവങ്ങൾ 13 രാജ്യങ്ങൾ ആരംഭിച്ചെടുത്തുനിന്ന് ഡ്രോപ്പ് ചെയ്തിട്ടുള്ളതാണ്. അത്യുൽപാദനം എന്ന് പറയുന്നത് കളവാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ കമ്പനികളുടെ ലാഭം എന്നുള്ളതിനപ്പുറത്തേക്ക് മനുഷ്യൻ്റെ ആരോഗ്യമോ പ്രകൃതിയുടെ സന്തുലനമോ ഒന്നും പരിഗണനയിലില്ലാത്ത കോർപ്പറേറ്റുകളുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ സാങ്കേതികത്വം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതിനെതിരായിട്ട് തുടക്കം മുതലുള്ള പ്രതിരോധവും ഉണ്ടായി വന്നിട്ടുണ്ടായിരുന്നത്. വിധിയിലേക്കെത്തുമ്പോൾ, ഞാൻ വിധിയിലേക്ക് വരുന്നതിന് മുമ്പ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക മുതൽ സ്വീഡൻ വരെയുള്ള രാജ്യങ്ങളിലെല്ലാം കടുത്ത പ്രതിരോധം ജനറ്റിക്കൽ എഞ്ചിനീയറിങ്ങിനെതിരായിട്ടും GMOയ്ക്കെതിരായിട്ടും ഉണ്ടായി വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ടെക്നോളജിയുടെ ഈ ജനിതക മാറ്റത്തിന് വേണ്ടി ശ്രമം നടത്തുന്നതിൻ്റെ എല്ലാം പിന്നിലുള്ളത് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ആണെന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ഇതിൽ ഫോക്കസ് ചെയ്യുന്നത് വിത്ത് മുതൽ വിളവ് വരെയുള്ള സംഗതികളിൽ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ഇടപെടുന്നതിൻ്റെ പ്രധാന കാരണം ആഹാരം കഴിക്കുന്നവനെ അവരുടെ കയ്യിൽ കിട്ടണം, അവരുടെ സൂപ്പർ സ്പെഷ്യാലിറ്റികളും മൾട്ടി സ്പെഷ്യാലിറ്റികളും ഫ്ലൈറ്റിസ്റ്റായിട്ട് മുന്നോട്ട് പോകണം, രോഗിയാക്കി മനുഷ്യനെ അവനറിയാതെ മാറ്റുക എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് പോകണം. ഇത് ഈ എഡിബിൾ ഓയിൽ ഇപ്പോൾ ഈ ഇതിൽ തന്നെ ഇപ്പോൾ ഇന്ത്യയിലും വലിയ രീതിയിൽ കടുകിന് ശ്രമിച്ചത്, അതുപോലെ തന്നെ മറ്റ് എന്താ പറയുക വേറൊരു എണ്ണയും അവരിങ്ങനെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എഡിബിൾ ഓയിലിൽ ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ എഡിബിൾ ഓയിൽ ട്രേഡർ എന്ന് പറയുന്നത് നമ്മുടെ അദാനിയാണ്. ഇന്ത്യയിലേക്ക് പാരഫിൻ വാക്സ് ഇമ്പോർട്ട് ചെയ്യാനുള്ള അധികാരമുള്ളത് അയാളുടെ കമ്പനിക്കാണ്. ആ പാരഫിൻ വാക്സ് പെട്രോകെമിക്കൽ ബൈ പ്രോഡക്റ്റാണ്. അത് ആ ക്രൂഡ് സാധനം പ്യൂരിഫൈ ചെയ്ത് ഇന്ത്യയിലെ ഭക്ഷ്യ എണ്ണകളിൽ അഡൾട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. വേറൊരു ഉപയോഗമുള്ള സാധനമല്ല അത്. വെറും യന്ത്രങ്ങൾ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനത്തെ ഭക്ഷ്യ എണ്ണകളിൽ അഡൾട്രേറ്റ് ചെയ്ത് വിൽക്കുന്നു എന്നുള്ളത് ഭരണകൂടം അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ. അല്ലെങ്കിൽ എന്തിനാണ് ഇത്രയും വോളിയം പാരഫിൻ വാക്സ് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യേണ്ട കാര്യം? അത് ഇറക്കുമതി ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അത് അഡൾട്രേഷൻ നടത്തിക്കൊണ്ടുമിരിക്കുന്നു. അതേപോലെ തന്നെയാണ് ഈ കമ്പനികൾക്കെല്ലാം ഇത് തന്നെ ടാർഗറ്റുള്ളൂ. ഏത് വിധേനയും അവർക്ക് ലാഭം ഉണ്ടാക്കാനുള്ള വഴി. അപ്പം സുപ്രീം കോടതി ഗൗരവമായി ഈ കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് നമുക്ക് ഗവൺമെൻറ്റിന് കൊടുത്ത ഡയറക്ഷൻ. ആ ഡയറക്ഷനിൽ വിത്തിനെക്കുറിച്ചോ വിളവിനെക്കുറിച്ചോ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്. ജനിതക മാറ്റം വരുത്തുന്ന വിത്താണെങ്കിലും വിളവാണെങ്കിലും ഉൽപ്പന്നമാണെങ്കിലും അത് അതിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഏത് തരത്തിലായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് നയം രൂപീകരിക്കണം. അത് ഇമ്പോർട്ടാണെങ്കിലും ശരി, ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നതാണെങ്കിലും ശരി, അതിനെ സംബന്ധിച്ചുള്ള
നയരൂപീകരണം ഉണ്ടാവണം. ആ നയരൂപീകരണത്തിൽ ഞങ്ങളിപ്പോൾ ചണ്ഡീഗറിൽ ആഗസ്റ്റ് 22 ഞങ്ങൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ കർഷക സംഘടനാ നേതാക്കന്മാരും ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. കൃഷ്ണപ്രസാദ് ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, ഇല്യാസ് ഉണ്ടായിരുന്നു, ഓർഗാനിക് ഫാമേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ. ഞങ്ങൾ 3 പേരാണ് കേരളത്തിൽ നിന്നുണ്ടായിരുന്നത്. അവിടുത്തെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് ഈ ഒരു മാസമായിട്ടും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയോ ഇന്ത്യയിലെ മാധ്യമങ്ങളോ ആരും തന്നെ എന്തുകൊണ്ടാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിധിന്യായമുണ്ടായിട്ട് ഈ വിഷയത്തിൽ ഇത്ര അലംഭാവം കാണിക്കുന്നത്. അപ്പോൾ ആ അലംഭാവം കാണിക്കുന്നതിൻ്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് കോർപ്പറേറ്റുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വാർത്തയും കൊടുക്കേണ്ട, ഒരു നടപടിയിലേക്കും പോകേണ്ടെന്ന ബ്യൂറോക്രസിയും ഭരണകൂടവും കൂടി പ്ലാൻ ചെയ്തു നിൽക്കുന്നു. എന്തായാലും ഞങ്ങളത് വളരെ വിശദമായി ചർച്ച ചെയ്തതിന് ശേഷം കേന്ദ്ര പരിസ്ഥിതിയുടെയും കൂടി ചുമതലയുള്ള വനം വകുപ്പ് മന്ത്രി ഭൂപീന്ദർ യാദവിനെ കണ്ട് നിവേദനം സമർപ്പിക്കുകയും ടൈം ബൗണ്ടായിട്ട് പ്ലാൻ ഉണ്ടാവണം. ഇപ്പോൾ BT ബ്രിഞ്ചോൾ വരുന്ന സമയത്ത് 2010 2010 അത് വരുന്ന സമയത്ത് വലിയ രീതിയിൽ പ്രതിരോധം ഉണ്ടായി വന്നു. ആ പ്രതിരോധം ഉണ്ടായി വന്നപ്പോൾ അന്നത്തെ വകുപ്പ് മന്ത്രിയായിരുന്ന ആൾ ജയറാം രമേശ് 7 സ്ഥലത്ത് ഒരു നിയന്ത്രണവും ഇല്ലാതെ ആർക്കും വന്ന് അഭിപ്രായം പറയാം എന്തുകൊണ്ട് എന്നുള്ള, നമ്മൾ എന്തുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നത് എന്ന് പറയാനും എക്സ്പെരിമെൻ്റൽ പ്രോസസ്സ് അവിടെ വെച്ച് അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുക എന്ന് പറയുന്നത്, അവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ടാവാം, ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുക എന്ന് പറയുന്നൊരു സമീപനം അതിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നാഷണൽ ഫാമേഴ്സ് പോളിസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയുണ്ട്. അപ്പോൾ അതിനകത്ത് കൃഷിക്കാരൻ എന്ന് പറയുന്നത് നെൽകൃഷി ചെയ്യുന്നവനോ ഗോതമ്പ് കൃഷി ചെയ്യുന്നോ മാത്രമല്ല, അത് പാട്ടകൃഷിക്കാരനായാലും അഗ്രികൾച്ചർ വർക്കറായാലും അവനെയൊക്കെ കർഷകൻ്റെ നിർവചനത്തിൽ തന്നെ കൊണ്ടുവരണം എന്നുള്ളതാണ് വന്നിട്ടുണ്ടായിരുന്നത്. അത് തേൻ കർഷകനായാലും അല്ലെങ്കിൽ ക്ഷീര കർഷകനായാലും മത്സ്യം പിടിക്കുന്നവനായാലും ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെ എല്ലാവരെയും കർഷകരെന്ന നിർവചനത്തിലേക്ക് കണ്ടുകൊണ്ട് വേണം. അപ്പോൾ ഞങ്ങൾ ഈ കാര്യത്തിലും പറയുന്നത് ആ തരത്തിൽ വിപുലമായ രീതിയിലുള്ള കൺസൾട്ടേഷൻ ഉണ്ടാവണം. കുറച്ച് കർഷക സംഘടനകളോട് മാത്രം സംസാരിച്ചിട്ടോ കുറച്ച് സംസ്ഥാന സർക്കാരുകളോട് സംസാരിച്ചിട്ടോ രൂപപ്പെടേണ്ടതല്ല പോളിസി. കാരണം ഇത് മനുഷ്യൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു വളരെ ആസൂത്രിതമായിട്ടുള്ള ടോക്സിൻ തള്ളിക്കയറ്റമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലല്ലോ. അപ്പോൾ GM ഫ്രീ ഇന്ത്യ എന്ന് പറയുന്ന ഒരിടത്തേക്ക് നമുക്ക് ലക്ഷ്യമിടേണ്ടതുണ്ട്. ജനറ്റിക്കൽ മോഡിഫിക്കേഷൻ നടത്തിക്കൊണ്ടുള്ള ഒരു സംഗതിയും ഇന്ത്യയിൽ ഉണ്ടാവാതിരിക്കണം. നമ്മൾ ഈ രീതിയിൽ ഗ്രീൻ റവല്യൂഷനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആ വിധിയിൽ അവരുടെയൊക്കെ ആകുലത ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ ഹെൽത്ത് ഒരു കാര്യം കൂടെ എൻ്റെ വിധിയുടെ ഇതിനകത്തേക്ക് നമ്മളൊന്ന് വന്നാൽ ഞാൻ ഇതിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ജനറ്റിക്കലി മോഡിഫൈഡ് മസ്റ്റർഡ് അത് പരീക്ഷണാടിസ്ഥാനത്തിൽ എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് കൊടുത്ത് അത് വളർത്തി നോക്കാൻ തീരുമാനിച്ചപ്പോൾ ഇതിൽ കുഴപ്പമൊന്നുമില്ല, ഇത് നടത്താം എന്ന് ശുപാർശ ചെയ്ത എക്സ്പേർട്സ് അവരുടെ കാര്യങ്ങൾ പരിശോധിക്കണം, അവർക്ക് എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കണം എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ പറഞ്ഞ പല താല്പര്യങ്ങൾ വർക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് പോളിസി ഉണ്ടാക്കിയാൽ പോരാ, അതിന് മുമ്പ് ഇത് പരിശോധിക്കണം. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ തീരുമാനം, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരീക്ഷണം, ആ പരീക്ഷണം നടത്താനെടുത്ത തീരുമാനം, അതിന് അനുമതി കൊടുക്കാൻ ആസ്പദമാക്കിയ വിദഗ്ധാഭിപ്രായങ്ങൾ, ആ വിദഗ്ധാഭിപ്രായം നൽകിയ ആളുകൾക്ക് മറ്റ് താല്പര്യങ്ങളുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം എന്നുള്ളതുകൂടി ഉണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? അല്ല, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിപ്പോൾ അത്തരം കാര്യങ്ങൾ നോക്കുമ്പോൾ BT കോട്ടൺ വന്നതിന് ശേഷം ഉണ്ടായ സൂയിസൈഡ് റേറ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്. കീടബാധ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഏറ്റവും അവസാനം 2023 എനിക്ക് തോന്നുന്നു രാജസ്ഥാൻ 1125 കോടി രൂപ കർഷകർക്ക് നഷ്ടപരിഹാരത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ടി വന്നു. അത്രയും വലിയ നഷ്ടത്തിലേക്ക്
കർഷകരെത്തുകയാണ്. 6 ലക്ഷം ഏക്കർ സ്ഥലത്തെ കൃഷി പിന്നെ പഞ്ചാബും ഹരിയാനയും വേണ്ടാന്ന് വരും. അവർ കൃഷിയിൽ നിന്ന് പിന്നോട്ട് പോയി പൂർണ്ണമായിട്ടും. എന്നുവെച്ചാൽ ഇത് കൃഷി തുടങ്ങുന്ന സമയത്ത് വിത്ത് കൊടുക്കുമ്പോഴുള്ളതിൽ നിന്ന് പിന്നീടുണ്ടാവുന്ന വിത്തിൻ്റെ വിലക്കയറ്റം എന്ന് പറയുന്നത് 78% വർധനവ്. ഇൻപുട്ട് കോസ്റ്റ് ഫെർട്ടിലൈസറിൻ്റെ വില വർധനവ് 85% വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. 145% പിന്നെ ഇൻസെക്ടിസൈഡിൻ്റെ പ്രൈസ് വർദ്ധിച്ചിട്ടുള്ളത്. ഇതിലൊന്നും നിങ്ങൾക്ക് വേറൊരു ഓപ്ഷനും ഇല്ല. എല്ലാം ഈ കമ്പനിയോട് തന്നെ വാങ്ങണം. എല്ലാം ഈ കമ്പനിയിൽ നിന്ന് തന്നെ ഈ കൃഷിക്കാരൻ വാങ്ങിക്കണം. ഇതൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഭയങ്കര റിസ്ക്കുള്ളൊരു പണി ചെയ്യുന്ന അവസ്ഥയിലാവുകയാണ്. ഈ കൃഷി ചെയ്യാൻ ഇറങ്ങുമ്പോൾ GM ആണ് എന്ന് പറയും, BT ആണെന്ന് പറയുമ്പോൾ ബാങ്കുകൾ നിരുപാധികം ലോൺ കൊടുക്കുകയാണ്. ആവശ്യം പോലെ കമ്പനി പറയുന്നതിനനുസരിച്ചുള്ള പ്രോജക്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് ലോൺ കൊടുക്കുകയാണ്. ഈ ലോണൊക്കെ മേടിച്ച് ഈ കൃഷി ചെയ്ത് കഴിഞ്ഞ് സർവനാശത്തിലെത്തിക്കഴിയുമ്പോൾ അവന് ആത്മഹത്യയല്ലാതെ വഴിയില്ലാതാവുകയാണ്. ഇത് വളരെ ക്ലിയറായിട്ടുള്ള ഇൻസിഡൻസ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിരുന്നത് വന്ദന ശിവ ഉൾപ്പെടെയുള്ള ആളുകൾ സുപ്രീം കോടതിയുടെ മുമ്പിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റ് ഉണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അഫിഡവിറ്റ് എൻ്റെ ഫോണിൽ കിടക്കുന്നുണ്ട്. സുപ്രീം കോടതിയിൽ കൊടുത്തിട്ട് അഫിഡവിറ്റ്. ആ അഫിഡവിറ്റിനകത്ത് ആളുകൾ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഇതാണ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. ലോൺ അവൈൽ ചെയ്യുമ്പോൾ അവർക്ക് റിസ്ക് കാണുന്നില്ല. പക്ഷേ ലോൺ അവൈൽ ചെയ്ത് കൃഷി ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴേക്കുണ്ടാകുന്ന ഈ പ്രൈസ് ഹൈക്ക്, ഇൻപുട്സിൻ്റെ, അതിൻ്റെ മുകളിൽ വരുന്ന പെസ്റ്റ് അറ്റാക്ക്, ഇത്തരം സംഗതികൾ കൊണ്ട് അവസാനം കടവും കഷ്ടപ്പാടുമായിട്ട് ഇവൻ മാറുന്ന സ്ഥിതിയിലേക്ക് എത്തുമ്പോഴാണ്, അത് ഹ്യൂജ് ലോണാണ്. ആ തരം അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ തന്നെ അഫിഡവിറ്റ് പിന്നെ സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാവർക്കും അറിയാം ഇത്. മനുഷ്യർക്കും ജന്തുജീവിജാലങ്ങൾക്കും പ്രകൃതിക്കും ഒക്കെ ദോഷമായിട്ടുള്ളതാണ് ഈ GMO, ജെനറ്റിക്കൽ എഞ്ചിനീയറിംഗ് ആയാലും ജെനറ്റിക്കൽ മോഡിഫിക്കേഷൻ ആയാലും ഇതൊക്കെ പ്രകൃതി വിരുദ്ധമാണ് എന്നറിയാം. പക്ഷേ ഇത് മുൻകൈയെടുത്ത് ഇറക്കി വന്നിട്ടുള്ളത് കോർപ്പറേറ്റ് കമ്പനികളായതുകൊണ്ട് നമ്മളാകെ ഭയപ്പെടുന്നത് അവരെ തന്നെയാണ്. ആ ഭയപ്പാടിന് ആധാരം എന്ന് പറയുന്നത്, ഒന്ന് നമ്മളെ വിത്തിനെ തൊട്ടത്, നമ്മൾ പാറ്റേൺ ഓഫ് അഗ്രികൾച്ചർ മാറ്റുന്നത്, നമ്മുടെ സമസ്ത മേഖലയിലും കോർപ്പറേറ്റിൻ്റെ ഇടപെടലുകൾ വരുന്നതോടുകൂടി നിങ്ങൾക്ക് അവനാണ് പേറ്റൻ്റ് എടുക്കുന്നത്. നമുക്ക് IPRനെ കുറിച്ചൊന്നും അറിയില്ല. ഒരു കൃഷിക്കാരനോ ഒരു പ്രദേശത്തെ കർഷകർക്കോ IPRനെ കുറിച്ച് എന്താ അറിയാനാ? പക്ഷേ IPRും പേറ്റൻറ്റും ഒക്കെ അവൻ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നവനാണ്. അതിൻ്റെ പീഡനം അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാവുകയാണ് കൃഷിക്കാരൻ. ഇപ്പം ഒരു ഉരുളക്കിഴങ്ങിൽ നമ്മൾ കണ്ടില്ലേ, അവിടെ വലിയ പ്രൊട്ടസ്റ്റ് ഉണ്ടായില്ലേ? അപ്പം ഞാൻ പറയുന്നത്, ഇത്തരം ട്രാപ്പിലേക്ക് എത്തിക്കുന്ന കോർപ്പറേറ്റിനെ നമുക്ക് ഭയപ്പെടാതിരിക്കാൻ നിവൃത്തിയില്ല. ഇപ്പം 3 ഫാം ബില്ല് ഉണ്ടാക്കിയപ്പോൾ മാത്രമൊന്നല്ല സർക്കാർ കോർപ്പറേറ്റിന് വേണ്ടിയിട്ടുള്ള പിന്നെ പ്ലാനും. ഇവിടെ പറയുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞൊരു പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ സുപ്രീം കോടതിയിൽ ഈ ഡയറക്ഷൻ ഉണ്ടല്ലോ, അതായത് ഇതിന് അനുമതിയാകാം എന്ന്, പ്രശ്നങ്ങളില്ല എന്ന് റിപ്പോർട്ട് കൊടുത്ത വിദഗ്ധരുടെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്, താല്പര്യങ്ങളുടെ സംഘടനമുണ്ടോ അല്ലെങ്കിൽ അവർക്ക് നിക്ഷിപ്ത താല്പര്യമുണ്ടോ എന്ന് പരിശോധിക്കണം എന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയുക, വളരെ സാധ്യമായൊരു സംഗതിയാണ്. അതായത് അത് ഉണ്ടായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ താല്പര്യങ്ങൾ അതിൻ്റെ ബാക്കി കൂടി ആവാം ഇപ്പോൾ മസ്റ്റഡിലുള്ള പരീക്ഷണം വെച്ചാൽ. ഇതിപ്പോൾ കോടതിയിൽ സർക്കാർ പറഞ്ഞത്, ഇതിൻ്റെ വാദം കേൾക്കേണ്ട സർക്കാർ പറഞ്ഞത്, ഈ എഡിബിൾ ഓയിലിൻ്റെ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലവ് കുറയും, എഡിബിൾ ഓയിലിൻ്റെ ഉൽപ്പാദനം കൂടും, എഡിബിൾ ഓയിലിൻ്റെ വില വലിയ തോതിൽ കുറയും. അപ്പോൾ അതുകൊണ്ട് അത് ജനങ്ങൾക്ക് വലിയ ആശ്വാസമാവും എന്നൊക്കെയാണ് പറഞ്ഞത്. അതായത് അവിടെ ഒരു പ്രോജക്റ്റ് ഓൾറെഡി ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം, ഇത് ഇറക്കാൻ വേണ്ടിയിട്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, എഡിബിൾ ഓയിലിലെ ലോകത്തെ ഏറ്റവും വലിയ കുത്തക എന്ന് പറയുന്നത് ഫോർച്യൂൺ എന്ന് പറയുന്ന അദാനി കമ്പനിയാണ്. നമുക്കിപ്പോൾ കേരളത്തിൽ നാളികേരമുണ്ടെങ്കിൽ തമിഴ്നാട്ടുകാരുടെ അടുത്ത് നിലക്കടലയുണ്ട്, പിന്നെ നോർത്ത് ഇന്ത്യയിൽ പലയിടത്തും കടുകുണ്ട്. ഓരോ പ്രദേശത്തും ആ പ്രദേശത്തിനനുസരിച്ചുള്ള
ഭക്ഷ്യ എണ്ണ എഡിബിൾ ഓയിൽ ഉണ്ടായിരുന്നൊരു നാടാണ് നമ്മുടെ നാട്. ആ നാട്ടിലേക്ക് അവിശ്വസനീയമായ തോതിലുള്ള ഇമ്പോർട്ടാണ് സോയാബീനിലൂടെ ആണെങ്കിലും പാം ഓയിലിലൂടെ ആണെങ്കിലും വന്നിറങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ ഒന്നും സോഴ്സ് നമുക്കറിയില്ല. നമ്മളിവിടെ പാം ഓയിൽ കൃഷി തുടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കോമാളിത്തരമൊക്കെ നടത്തുന്നല്ലാതെ അതിനപ്പുറത്തേക്ക് അത് ഓയിലിലേക്ക് വന്നിട്ടില്ല. അവിടെ ഇവിടെ കുറച്ച് കൃഷിയൊക്കെ നടന്നിരിക്കണമെന്നല്ലാതെ അതിനകത്ത് വേറെ ഒരു പാം ഓയിൽ കോർപ്പറേഷനും ഉണ്ടെന്നല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പോലും പാം ഓയിൽ ഇമ്പോർട്ടിനുള്ള എല്ലാ സബ്സിഡീസും ഈ അടുത്ത കാലത്തും ആ ഇന്തോനേഷ്യയിൽ നിന്നുള്ള കൊമേഴ്സ് മിനിസ്റ്റർ വന്നിട്ട് നമ്മുടെ ഭക്ഷ്യമന്ത്രിയുമായി ചൗഹാനുമായി സംസാരിച്ച് അവർക്ക് തുടർന്നും ഇളവുകളൊക്കെ കൊടുത്തുകൊണ്ട് ഇമ്പോർട്ട് ചെയ്യാനുള്ള അനുവാദമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ കഴിഞ്ഞ 15 കൊല്ലമായിട്ട് നാളികേരത്തിൻ്റെ വില ₹1 കൂടാതെ കിടന്ന് കഷ്ടപ്പെടുന്ന കൃഷിക്കാരനാണ്. അത് സഹായിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ ഒരു സംഭരണ സമിതി ഉണ്ടാക്കിയാൽ കൊപ്രയുടെ സംഭരണവും മര്യാദയ്ക്ക് നടക്കില്ല, പച്ചത്തേങ്ങയുടെ സംഭരണവും നടക്കില്ല. ഇനി അഥവാ നാഫെഡ് സംഭരിച്ചാൽ തന്നെ ആ സംഭരിക്കുന്ന കൊപ്ര ഒരു ഘട്ടം കഴിഞ്ഞാൽ അവർ വീണ്ടും മാർക്കറ്റിലേക്ക് കൊണ്ട് ഇറക്കുകയാണ്. മാർക്കറ്റിലേക്ക് കൊപ്ര വരുന്നതോടുകൂടി ഉള്ള വിലയും കൂടി പിന്നെയും താഴോട്ട് പോകും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇവരോട് ഗവൺമെൻറ്റിനോട് പറയുന്നു, നിങ്ങളിപ്പോൾ ഭാരത് പരിപ്പിറക്കിയിട്ടുണ്ട്, ഭാരത് അരി ഇറക്കിയിട്ടുണ്ട്, എന്നാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഭാരത് വെളിച്ചെണ്ണ ഇറക്കിക്കൂടെ? ഈ കൊപ്ര മുഴുവൻ നിങ്ങൾ സംഭരിക്കുന്നുണ്ട്. ആ സംഭരിക്കുന്ന വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ഭാരത് വെളിച്ചെണ്ണ എന്ന് പറഞ്ഞിട്ട് ശുദ്ധമായ വെളിച്ചെണ്ണ പാക്കറ്റ് ചെയ്താൽ ഇന്ത്യയിൽ അത് വിപണനം നടത്താലോ. അപ്പം അങ്ങനെയാണ് നമ്മൾ നാളികേര കർഷകർക്ക് അതൊരു വിലയും കിട്ടും, മാർക്കറ്റ് ഡൗൺ ആവാതെ കഴിയുകയും ചെയ്യാം. ഇന്ത്യയിൽ ആളുകൾക്ക് വിശ്വസനീയമായ വെളിച്ചെണ്ണ കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം പാക്കറ്റ് വെളിച്ചെണ്ണ മുഴുവൻ പാരഫിൻ വാക്സ് അഡൾട്ടറേറ്റഡ് ആണ് എന്ന ഒരു ജനറൽ ധാരണ നിൽക്കുന്നു. നമുക്ക് നോ പറയാനും പറ്റില്ല. അപ്പോൾ അവിടെ സർക്കാരിൻ്റെതായ നാഫെഡ് ഈ വെളിച്ചെണ്ണ ഇറക്കുകയാണെങ്കിൽ കൃഷിക്കാർക്കും കൂടി ആശ്വാസമാവും എന്ന് പറയുമ്പോഴും തൊടാനവർ തയ്യാറാവുന്നില്ല. എന്തുകൊണ്ട്? എഡിബിൾ ഓയിൽ സെക്ടറിൽ അദാനിക്ക് ദോഷകരമാവുന്ന ഒരു പണിയിലേക്കും അവരിറങ്ങില്ല. ഈ സംഗതിയിലും അദാനി തന്നെയാണ് ഇതിൻ്റെ ബെനിഫിഷ്യറി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇതിൽ നമ്മളുടെ അറിവിൽ, ഈ ഒരു പൊതു അറിവിലാണ് ഞാൻ പറയുന്നത്, ഈ ജനിതക മാറ്റം ചെയ്ത വിത്തുകളുടെ പരീക്ഷണം, അല്ലെങ്കിൽ ഇപ്പോൾ കോട്ടൺ അടക്കമുള്ള വിത്തുകൾ, കോട്ടൻ്റെ വിത്ത് ഉപയോഗിക്കാൻ അനുവാദം കൊടുത്തത്, മറ്റ് വിത്തുകൾ ചിലത് പരീക്ഷിക്കാൻ ശ്രമിച്ചത്, ഇതാണ് നമ്മളുടെ അറിവിലുള്ളത്. ഇപ്പോൾ അവസാനം മസ്റ്റർഡ് പരീക്ഷണത്തിനും എടുത്തിരിക്കുന്നു. ഇതാണ് നമ്മുടെ അറിവിലുള്ളത്. ഈ ജനിതകമാറ്റം വരുത്തിയ വിളവും അതിൻ്റെ സംസ്കരിച്ച ഉൽപ്പന്നങ്ങളും അതിൻ്റെ ഇറക്കുമതിയെക്കുറിച്ച്, അതിൻ്റെ വിപണനത്തെക്കുറിച്ച് ഇതിനൊക്കെ മാർഗനിർദ്ദേശങ്ങൾ വേണം. അത് വിപണനം ചെയ്യുകയാണെങ്കിൽ ഫുഡ് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സിൻ്റെ ഇതോടുകൂടി വേണം എന്നൊക്കെ കോടതി പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഇറക്കുമതി ചെയ്യാനുള്ളൊരു പ്ലാൻ ഓൾറെഡി അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് അവർ വളരെ ക്ലിയറാണ്. ഞാൻ പറഞ്ഞു, ഈ കേസിൻ്റെ ക്രോണോളജിക്കൽ ലൈനിലെടുത്ത് നോക്കിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ 10-20 കൊല്ലത്തിനുള്ളിൽ ഈ ലോകത്തെ ഈ കൂറ്റൻ കമ്പനികൾ ഓരോരുത്തരും വന്നിട്ട് ഈ കേസിൽ കക്ഷി ചേർന്നിട്ട് ഈ കേസ് നീട്ടി കൊണ്ടുപോയിട്ടുള്ളത് നോക്കിയാൽ തന്നെ മനസ്സിലാകും. ഈ സാമ്രാജ്യത്വ ഗൂഢാലോചന ഇതിൻ്റെ പിന്നിൽ എത്രയുണ്ട്. അല്ലെങ്കിൽ ഈ പടുകൂറ്റൻ കമ്പനികൾ ഇതിനു വേണ്ടി ഇന്ത്യയിലെ സുപ്രീം കോടതിയിൽ വലിയ വക്കീൽമാരെ വെച്ചുകൊണ്ട് ഈ കേസ് ഇങ്ങനെ നടത്തിക്കൊണ്ട് പോയതിൻ്റെ അത് മാത്രം നോക്കിയാൽ അവരുടെ അൾട്ടിമേറ്റ് എയിം എന്താണെന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം അവർക്കിതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മില്ലറ്റ്സ് എന്ന് പറയുന്നതിന് ഒരു എൻജിനീയറിംഗിൽ സാധ്യമല്ലാത്തൊരു സാധനമാണ്. സ്വാഭാവികമായി പുല്ല് വർഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ഭക്ഷ്യ വസ്തുവാണ്. അത് ഇന്ത്യയിലെ ദരിദ്രരായ ദളിതൻ്റെയും ആദിവാസിയുടെയും കൃഷിയും ഉപജീവനവുമായിരുന്ന, അതായത് അരിഭക്ഷണം കഴിക്കാൻ ഭാഗ്യമില്ലാത്ത ആളുകളുടെ ഒരു ഭക്ഷണം എന്ന രീതിയിൽ അഗണ്യ കോടിയിൽ തട്ടിക്കൊണ്ടിരുന്നൊരു സാധനമാണ്. ഇന്നിപ്പോൾ അതിൻ്റെ ന്യൂട്രീഷ്യസ് വാല്യൂവും അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റും ഒക്കെ കൂടി കൊണ്ട് അതിന് വലിയ തരത്തിൽ സാർവദേശീയ തരത്തിലുള്ളൊരു ആക്സെപ്റ്റൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇവരുടെ പുതിയ ടെക്നോളജി ഈ ജനറ്റിക് എഞ്ചിനീയറിങ് സംഗതികളിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ അത് വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ അവർക്ക് ഇതിനകത്തൊക്കെ IPR പേറ്റൻറ്റും അതിലൂടെ ഉണ്ടാകുന്ന ലാഭവും
അങ്ങനെയാണല്ലോ കോർപ്പറേറ്റ് എപ്പോഴും ആലോചിക്കുന്ന അങ്ങനെയാണല്ലോ. അല്ലാതെ നമ്മൾ കാണുന്ന പോലെ 4, 3, 7 എന്ന് കൂട്ടുന്ന കണക്കല്ലല്ലോ അവൻ്റെ കണക്ക്. അതുകൊണ്ടാണ് അവരെ നമുക്ക് ഭയപ്പെട്ടേ പറ്റൂ. അവരെ തോൽപ്പിക്കാൻ പറ്റുന്നിടത്തൊക്കെ തോൽപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം നശിക്കുന്നത് മാത്രമല്ല, നമ്മുടെ പ്രകൃതി സന്തുലനം തന്നെ സമ്പൂർണ്ണമായിട്ട് ഇല്ലാതാകും. ഇന്നിപ്പോൾ നമ്മൾ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയൊക്കെ കാലത്ത് കൃഷി ചെയ്യുക എന്ന് പറയുന്നത് വലിയ റിസ്ക്കി ആയിട്ടുള്ളൊരു ഏർപ്പാടാണ്. നമുക്കറിയില്ല എവിടെയാണ് എപ്പോഴാണ് പ്രളയം ഉണ്ടാവുക, എവിടെയാണ് വരൾച്ച ഉണ്ടാവുക. എന്തും സംഭവിക്കാവുന്ന തരത്തിലുള്ള ഒരു കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചിരിക്കുന്ന ഒരു കാലത്ത് അത്രയും റിസ്ക് എടുത്ത് കൃഷി ചെയ്യുന്നവനാണ്, ഒരു പ്രൊട്ടക്ഷനും ഇല്ലാതെ കൃഷി ചെയ്യുന്നവനാണ് കർഷകൻ. ആ കർഷകൻ ഇത്തരം കമ്പനികളുടെ ട്രാപ്പിന് കൂടി വിധേയരാവേണ്ടി വരുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയെ മറികടക്കാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ എല്ലാവരും ഒന്നിച്ച് നിന്ന് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഞാനിത് നേരത്തെ ചോദിച്ചതിനകത്ത് ഈ മൾട്ടിനാഷണൽ കമ്പനികൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേസിൽ കക്ഷി ചേരുകയും ഇത് ദീർഘിപ്പിച്ചു കൊണ്ടുപോവുകയും ചെയ്യുക. പല കമ്പനികളും കക്ഷി ചേർന്നിട്ടുണ്ട്, ദീർഘിപ്പിച്ച് ആ പ്രോസസ് അവിടെ നടന്നിട്ടുണ്ട്. കാരണം 20 കൊല്ലമായല്ലോ ഇതിൻ്റെ കേസ് നടക്കുന്നു. 1-2 കൊല്ലമല്ല, 20 കൊല്ലമായി. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ നേരത്തെ ചോദിച്ച ചോദ്യമാണ്, ഈ കമ്പനികളുടെ താല്പര്യത്തിനപ്പുറം നമ്മുടെ ഭരണകൂടം തന്നെയും ഇത് ഇറക്കുമതി ചെയ്യുക എന്നുള്ളൊരു പോളിസിയിലേക്ക് അത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു പടിവാതിൽക്കൽ ഭരണകൂടം എത്തി നിൽക്കുന്നുണ്ട് എന്നുള്ളത്. നല്ലൊരു ശതമാനം ബ്യൂറോക്രാറ്റ്സ് ഇവരുടെ പേറോളിലാണ്, ഈ പറയുന്ന കമ്പനികളുടെ പേറോളിൽ നിന്നുകൊണ്ട് ആ കമ്പനികൾക്ക് എന്തെല്ലാം തരം സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ അത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്നുള്ളത് വളരെ ക്ലിയറാണ്. അതുകൊണ്ടാണ് ഈ ജഡ്ജ്മെൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം, നിങ്ങൾ ഏതെങ്കിലും 4 ആളോട് വിളിച്ച് ചർച്ച ചെയ്തു എന്നൊരു രേഖപ്പെടുത്തിയിട്ട് നിങ്ങൾക്കൊരു പോളിസി ഇവർക്ക് വേണ്ടി ബ്യൂറോക്രാറ്റ്സിനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം അത് വളരെ വിശദവും വിശാലവുമായ രീതിയിലുള്ള ചർച്ച നടക്കണം എല്ലാ സംസ്ഥാന സർക്കാരുകളുമായും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായും. കർഷകർ മാത്രമൊന്നുമല്ല, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള ചർച്ചകൾ നടത്തണം എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വലിയ ആശ്വാസമാണ്. സമയബന്ധിതമാണ്, പക്ഷേ സമയത്തിനൊന്നും നടത്താൻ ഇവർ തയ്യാറാവുന്നുണ്ടാവില്ല. ഈ ഡിലേ ഒക്കെ ഇതിൻ്റെ ഭാഗം തന്നെയാണ്. അല്ലെങ്കിൽ ഇപ്പം എന്താ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഇത് ഇനിഷ്യേറ്റ് ചെയ്യുന്നതിന് പ്രശ്നം? 2010 ആ പ്രതിഷേധം ഉയർന്നു വന്നു കഴിഞ്ഞപ്പോൾ ജയറാം രമേശ് അപ്പം തന്നെ ഡിക്ലെയർ ചെയ്തു, നിങ്ങൾ ഡിസൈഡ് ചെയ്തോ എവിടെയൊക്കെയാണ് കൺസൾട്ടേഷൻസ് വേണ്ടത്. അങ്ങനെ 7 സ്ഥലം തീരുമാനിക്കുന്നു, ആ 7 സ്ഥലത്ത് കൺസൾട്ടേഷൻ നടക്കുന്നു. ഇതേപോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തീരുമാനമെടുത്താൽ ആ തീരുമാനമനുസരിച്ച് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലോ ജില്ലകളിലോ എവിടെയാണെന്ന് വെച്ചാൽ കൺസൾട്ടേഷൻസ് ഉണ്ടാവുകയും ആളുകളുടെ ആവലാതികളും സങ്കടങ്ങളും പറയാനുള്ളൊരു സാധ്യതയാണല്ലോ. നമ്മൾ ഇതിപ്പോൾ ഈ പറയുന്ന പല സംഗതികളും നമുക്ക് അനുഭവിച്ച ദുരന്തങ്ങളിൽ നിന്നുള്ള പാഠങ്ങൾ കൊണ്ടാണ്. ഇപ്പം ഹരിത വിപ്ലവം ഉണ്ടാകുന്ന കാലത്ത് നമ്മൾ അത്യുൽപാദനം മാത്രമേ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളൂ, നോക്കിയിട്ടുള്ളൂ. എങ്ങനെയും എത്രയും ഉണ്ടാക്കുക, അത് മാത്രമേ നോക്കിയിട്ടുള്ളൂ. രാസവളവും കീടനാശിനി ഉണ്ടാക്കുന്ന പ്രത്യാഘാതത്തെക്കുറിച്ചാണ് നമ്മൾ ആലോചിച്ചിട്ടേ ഇല്ല. ഇതിപ്പോൾ ഞാൻ വയനാട്ടിൽ നിന്ന് വരുമ്പോൾ, വയനാട്ടിൽ ഞാൻ ജനിച്ചു വളർന്ന കുറിച്ചർമലയിൽ 2018 ഉരുൾപൊട്ടിക്കഴിഞ്ഞപ്പോൾ നടത്തിയ സ്റ്റഡിയിൽ എനിക്കറിയാം പെസ്റ്റിസൈഡ്, ഹെർബിസൈഡ്, വീഡിസൈഡ്, ഫംഗിസൈഡ്സ് ഇതെല്ലാം അപ്ലൈ ചെയ്യുന്നതിൻ്റെ വോളിയം ആര് ബോദർ ചെയ്യുന്നു? അപ്പോൾ ഇത് മുഴുവൻ ചെന്ന് ചേരുന്നത് മണ്ണിനെയും വെള്ളത്തെയും വായുവിനെയും സർവം ടോക്സിക്കാക്കി വിഷമയമാക്കി അതിൻ്റെ ഘടനയെ തന്നെ തകർക്കുന്നു എന്നുള്ളത് ആരും ബോദർ ചെയ്യുന്നില്ല. ഇപ്പോൾ പോലും അതിനെക്കുറിച്ച് അത്ര ബോധറേഷൻ ഇല്ല. ഈ പറഞ്ഞ ഹാരിസൺസ് മലയാളം ഉൾപ്പെടെയുള്ള കമ്പനികൾ ഒരു വർഷം വാങ്ങിക്കുന്ന ഫെർട്ടിലൈസറിൻ്റെയും പെസ്റ്റിസൈഡിൻ്റെയും ഹെർബിസൈഡിൻ്റെയും വീഡിസൈഡിൻ്റെയും ഒക്കെ ബില്ലൊന്നും എടുക്കട്ടെ. എന്തിനാണ് അവരുടെയൊക്കെ പ്ലാന്റേഷൻസിൽ മെൻ്റലി റിട്ടാർഡും ഫിസിക്കലി ഡിസേബിൾഡും ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ഹോസ്പിറ്റൽ നടത്തുന്നത്, സ്കൂളുകൾ നടത്തുന്ന ഹോസ്പിറ്റൽ സ്കൂളുകൾ? അത്രയേറെ കുട്ടികൾ മെൻ്റലി റിട്ടാർഡും ഫിസിക്കലി ഡിസേബിൾഡും ആയിട്ട് ആവുകയാണ് തൊഴിലാളികളുടെ മക്കൾ. അവർക്ക് വേണ്ടി സ്പെഷ്യൽ സ്കൂളുകൾ പ്ലാന്റേഷൻസിനകത്ത് നടത്തേണ്ടി വരികയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടാലും അറിഞ്ഞാലും പിന്നെയും നമ്മൾ ഈ വിഷത്തിൻ്റെ പിന്നാലെ ഓടുന്ന ഒരു രീതി, അതിനകത്ത് നമ്മുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെയും നമ്മുടെ കൺവെൻഷണൽ ആയിട്ടുള്ള കൃഷി ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ വലിയ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിനകത്ത് ഈ സുപ്രീം കോടതി വിധിയിൽ
ഇതും കൂടി പറഞ്ഞു, പരമ്പരാഗതമായി കൃഷി ചെയ്യുന്ന പൈതൃക വിത്തുകൾ സംരക്ഷിച്ചിട്ടുള്ള കർഷകരെ കൂടി കൺസൾട്ടേഷൻ വിളിക്കണമെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ രാമേണനെ പോലെ എന്നെ പോലെയൊക്കെയുള്ള അല്ലെങ്കിൽ ഇല്യാസിനെ പോലെയുള്ള ആളുകളുടെ ഒപ്പീനിയൻ എടുക്കണം എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ഈ പരമ്പരാഗതമായ വിത്തുകൾ സംരക്ഷിക്കുന്ന മനുഷ്യരിപ്പോഴും ഇന്ത്യയിലുണ്ടെന്നും ആ ആളുകളുടെ വാക്ക് നിങ്ങൾ കേൾക്കാൻ തയ്യാറാവണമെന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനമാണ്. ഇത് പറയുമ്പോഴേ ഞാനിപ്പോൾ ഈ കോടതി വിധി ഇത്രയും കാലത്തിന് ശേഷം വന്നു, വളരെ പ്രധാനപ്പെട്ടൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നു. പക്ഷേ സർക്കാർ ഒന്നും കാര്യമായിട്ട് ഇതുവരെ റിയാക്ട് ചെയ്തിട്ടില്ല. ഉടനെ ഒന്നും ഒരു പോളിസി മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടാവും എന്ന് നമുക്കിപ്പോൾ തൽക്കാലം പ്രതീക്ഷിക്കാനും വയ്യ. ഇതൊക്കെ ആണെങ്കിലും ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ ഈ പോളിസിക്ക് വേണ്ടി എങ്ങനെ ശ്രമിക്കാം, ഈ പോളിസി ഫോർമുലേഷൻ തന്നെ ഒരുപക്ഷെ ഇതിന് അനുകൂലമാകാനുള്ളൊരു സാധ്യത ഇതൊക്കെ തുറന്നു നടക്കുന്നില്ല. അപ്പോൾ ഈ കർഷക സംഘടനകൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ ചണ്ഡീഗഡിൽ നാഷണൽ ഫാമേഴ്സ് കോൺക്ലേവ് നടന്നതിന് ശേഷം ഞങ്ങൾ രാഹുൽ ഗാന്ധിയെ കണ്ടിരുന്നു, പ്രതിപക്ഷ നേതാവിനെയും കണ്ടിരുന്നു. ഇദ്ദേഹത്തിന് കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലും ഈ സംഗതി, ഈ ജഡ്ജ്മെൻറ്റ് കോപ്പി കൊടുക്കുകയും കാര്യങ്ങൾ പറയുകയും ടേക്കപ്പ് ചെയ്യണം പാർലമെൻറ്റിൽ എന്ന് അദ്ദേഹത്തോട് സംസാരിക്കുകയും പൂർണ്ണമായിട്ടും അദ്ദേഹം, ജയറാം രമേശും ഉണ്ടായിരുന്നു ഈ ചർച്ചയുടെ ഇടയിൽ, അദ്ദേഹം ഞങ്ങൾ കമ്മിറ്റിയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ജയറാം രമേശ് നേരത്തെ ബി ടി ബ്രിഞ്ചാളുടെ അനുഭവം ഉള്ളതുകൊണ്ട് അറിവുണ്ട്. അതെ, അതൊരു സൈഡ്. അടുത്തത് നമ്മളെടുക്കുന്നത് റീജിയണൽ കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന RCEP കരാർ ഒപ്പിടാതെ പിന്നോട്ടില്ല എന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആവർത്തിച്ച് പറഞ്ഞൊരു ഘട്ടത്തിൽ എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും എല്ലാ കർഷക സംഘടനകളും മനുഷ്യൻ്റെ അന്നം മുട്ടിക്കുന്ന ഒരു കരാറിലേക്ക് നിങ്ങൾ പോകരുത്, ദരിദ്രരായ മനുഷ്യരുടെ ജീവിതത്തെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് കേൾക്കാതിരുന്നപ്പോൾ അന്ന് ഞങ്ങളെടുത്ത ഒരു സമീപനം RSS ഹെഡ്ക്വാർട്ടേഴ്സിൽ അമുൽ ഇതിനകത്ത് മുൻകൈ നിന്നുണ്ടായിരുന്നു. കാരണം ഈ ഒരു പശുവിനെ 2 പശുവിനെ വളർത്തി അതിൻ്റെ പാല് കൊണ്ട് ഉപജീവനം നടത്തുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെയാണ് ഈ കരാർ ബാധിക്കാൻ പോകുന്നത് എന്ന് ഡാറ്റ വെച്ച് അവർ നടത്തിയ സ്റ്റഡി റിപ്പോർട്ട് വെച്ച് അവർക്ക് ഈ RSS മേധാവിയെ ബോധ്യപ്പെടുത്താനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ കൃത്യമായൊരു ഇടപെടൽ കൂടിയാണ് അന്ന് RCEP ഒപ്പിടാതെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയെ അതിൽ നിന്ന് പിൻവലിപ്പിച്ചത്. ഈ കേസിൽ ഒരു ഘട്ടത്തിൽ RSSൻ്റെ പോഷക സംഘടനയായ കർഷക സംഘടന, അതായത് ഭാരത് കിസാൻ സംഘ്, അവരിതിനകത്ത് പെറ്റീഷണറായി വന്നിട്ടുണ്ട്. ഈ GM സീഡിനെതിരായിട്ടുള്ള കേസിൽ അവരും പെറ്റീഷണറായിട്ട് വന്നിട്ടുണ്ട്. അവർ സ്വദേശി മൂവ്മെൻറ്റും ആ ഒരു ലക്ഷ്യവും കാഴ്ചപ്പാടും ഒക്കെയുള്ള കൂട്ടരായതുകൊണ്ട് അവർ ഈ കാര്യത്തിലും ഇതിനെ കൂടെ നിന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പോകുന്നത് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മുമ്പിൽ പ്രഷറൈസ് ചെയ്യുന്നതിന് ആ ടൂൾ ഉപയോഗിക്കും. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ സ്വദേശി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ അൾട്ടിമേറ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് കോർപ്പറേറ്റാണ്. കോർപ്പറേറ്റൈസേഷന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ചിന്ത മാത്രമേ അവരുടെ തലയിലുള്ളൂ എന്നുള്ളത് കൊണ്ട് മറ്റ് സാധനങ്ങൾ അവർ ഗൗരവമായിട്ട് എടുക്കുന്നില്ല. പിന്നെ ഗൗരവമായിട്ട് എടുക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രഷർ അവരിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ അത് സാധ്യമാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞങ്ങളിത് പിന്നെ ഒരു വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള പ്ലാനും ആക്ഷനുമായിട്ട് മുന്നോട്ട് പോകും. ഈ നവംബർ മാസം വരെ ഞങ്ങൾ കാത്തിരിക്കും. നവംബർ മാസത്തിന് മുമ്പ് പിന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇക്കാര്യത്തിൽ കൃത്യമായൊരു നിലപാടെടുക്കുന്നില്ല എങ്കിൽ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും മൂവ്മെൻ്റ് ഉണ്ടാവും. നമ്മളിപ്പോൾ കേരളത്തിൽ ഒക്ടോബർ 6-ാം തീയതി ഈ വിഷയത്തിൽ താല്പര്യമുള്ള മുഴുവൻ ആളുകളെയും കൂട്ടിയിരുത്തിക്കൊണ്ട് നമ്മുടെ ഒരു പോളിസി ഫ്രെയിമിങ് ഏത് തരത്തിലാവണം എന്നുള്ളത് കേരള ഗവൺമെൻറ്റിന് ഞങ്ങളൊരു കരട് കൊടുക്കും.
അതിൻ്റെ കോപ്പി കേരളം അടക്കമുള്ള ചില സംസ്ഥാനങ്ങൾ ഒരുപക്ഷെ നേരത്തെ മുതൽ തന്നെ ഇത്തരം രീതികൾക്ക് എതിരാണ്. കേരളത്തിൻ്റെ ഒഫീഷ്യൽ പൊസിഷൻ ഇത്തരം ജനിതക മാറ്റം വരുത്തിയ വിത്തുകൾ പാടില്ല എന്നുള്ളത് തന്നെയാണ് കേരള സർക്കാരിൻ്റെ നിലപാട്. അതാണ് കേരളം, പശ്ചിമ ബംഗാൾ, പിന്നെ തമിഴ്നാടുണ്ടെന്ന് തോന്നുന്നു. തമിഴ്നാട് വളരെ മുന്നിലാണ് ആ കാര്യത്തിൽ. അവരുടെയൊക്കെ നിലപാട് അതാണ്. അതെ. അപ്പോൾ സ്റ്റേറ്റിൻ്റെ ഒപ്പീനിയൻ അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. ആ കൊടുക്കേണ്ട ഒപ്പീനിയനിലേക്ക് ഇന്നതാവണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പിന്നെ ഒരു സജഷൻ കൊടുക്കാൻ വേണ്ടിയാണ് 6-ാം തീയതി പിന്നെ നമ്മൾ കവിതാ കുർഗന്തി, അതുപോലെ നമ്മുടെ വാട്ടർമാൻ രാജേന്ദ്ര സിംഗിനോട് പറഞ്ഞിട്ടുണ്ട്. ഇത് വാട്ടർ കൺസർവേഷൻ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട സംഗതിയായതുകൊണ്ട് അങ്ങനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കർഷക സംഘടനകളുടെ പിന്നെ മത്സ്യത്തൊഴിലാളി സംഘടനകളുടെയും കർഷക തൊഴിലാളി സംഘടനകളുടെയും പരിസ്ഥിതി പ്രവർത്തകന്മാരുടെയും എല്ലാവരുടെയുമായിട്ടുള്ള ഒരു മീറ്റിംഗ് എറണാകുളത്തോ കോഴിക്കോട്ടോ വെച്ച് 6-ാം തീയതി നടക്കും. ആ മീറ്റിങ്ങോടുകൂടി ഒരു ഡ്രാഫ്റ്റ് നമ്മൾ തയ്യാറാക്കി ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കും കേരള ഗവൺമെൻറ്റിനും സമർപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം എന്തായാലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പേരിന് കൺസൾട്ടേഷൻസൊക്കെ നടത്തിയതിന് ശേഷം അവരവരൊരു പോളിസിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിന് ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങൾ കൃത്യമായി ഇടപെട്ടുകൊണ്ടിരിക്കും. ബ്യൂറോക്രാറ്റ്സിനോ ഭരണകൂടത്തിലുള്ള ആളുകളെ കാരണം ഇത് ലൈഫ് ആൻഡ് ഡെത്തിൻ്റെ പ്രശ്നമാണ്. നമ്മൾ ചതിക്കപ്പെട്ട് ഇങ്ങനെ വിഷം തിന്ന് ജീവിക്കേണ്ടവരാവേണ്ട കാര്യമില്ല. അറിഞ്ഞുകൊണ്ടാവട്ടെ. നമ്മൾ ഈ ടോക്സിൻസ് ഇത്രയും കയറ്റിയത് മതി. ഇനിയും ഇങ്ങനെ കള്ളത്തരത്തിൽ ടോക്സിൻസ് കയറ്റാൻ അനുവദിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. നമ്മളിപ്പോൾ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിന പരേഡിൽ പ്രഖ്യാപിച്ചിട്ടാണ് ഈ പിന്നെ ഫോർട്ടിഫൈഡ് ഭക്ഷണ സാധനങ്ങൾ ഇന്ത്യയിൽ വിതരണം തുടങ്ങിയത്. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഇത്ര ശതമാനം ആളുകൾക്ക് വളർച്ചയുണ്ട് എന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യയിലൊരു സ്റ്റഡി നടത്തിയിട്ടല്ല. ഇന്ത്യയിൽ ആരും ഒരു സ്റ്റഡിയും നടത്തിയിട്ടില്ല. FAO പറഞ്ഞു, അമേരിക്കക്കാരൻ വന്ന് പറഞ്ഞു നിങ്ങളുടെ നാട്ടിൽ ഇത്ര ആളുകൾക്ക് പിന്നെ വളർച്ചയുണ്ട്. അപ്പോൾ വളർച്ച മാറ്റാൻ എന്താ മാർഗ്ഗമൊക്കെ ഞങ്ങളുടെ തന്നെ ഞങ്ങൾ പറഞ്ഞുതരാം. അങ്ങനെ അവർ പറഞ്ഞ മാർഗം വെച്ചിട്ട് എന്താണ്, നെതർലാൻഡ്സിൽ നിന്നൊരു കമ്പനി ഇങ്ങോട്ട് വരുന്നു. ആ കമ്പനി ആന്ധ്രയിലും വേറെ 3-4 സ്ഥലങ്ങളിലും ഫാക്ടറി കൊണ്ടിടുന്നു. ആ ഫാക്ടറിയിലൂടെ അവർ ഫോർട്ടിഫൈഡ് റൈസ് മെഷീനിൽ എക്സ്ട്രൂഡറിൽ പുറത്തേക്ക് ഇറക്കുന്നു. അത് ഇന്ത്യയിലെ മനുഷ്യനെ കൊണ്ട് തീറ്റിക്കണം. ഈ ഫോർട്ടിഫിക്കേഷൻ വേണ്ടതാണോ വേണ്ടാത്ത ആരുടെ പഠനം എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളുടെ ആഹാരത്തെ വിഷമയമാക്കാൻ എന്തൊക്കെയോ ഗൂഢാലോചനകൾ എവിടെയൊക്കെയോ നടക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത് എന്നാണ് ഞാൻ പറയണത്. അല്ല നിങ്ങൾ നമുക്കെന്താ സംവിധാനങ്ങളില്ലാഞ്ഞിട്ടാണോ? നമുക്കൊരു പഠനം നടത്താൻ സംവിധാനം ഇല്ലാഞ്ഞിട്ടാണോ? അപ്പോൾ വിശ്വസിച്ച് ഭരണത്തിലേൽപ്പിക്കുന്ന ഒരു ഭരണകൂടം നമ്മളെ ചതിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഭക്ഷണത്തിലൂടെ ചതിക്കുന്നു. അതുകൊണ്ട് ഇത് ഒരു ചെറിയ പോരാട്ടമല്ല. ഇത് നമ്മൾ ഏതെങ്കിലും ആരെങ്കിലും തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. നമ്മുടെ ഈ പ്രപഞ്ചം, ഈ പഞ്ചഭൂതങ്ങളെ നിലനിർത്തണം. അത് നിലനിർത്തുമ്പോൾ മാത്രമേ മനുഷ്യനും നിൽക്കാനാവുള്ളൂ, സമസ്ത ജീവജാലങ്ങൾക്ക് നിലനിൽക്കാനാവുള്ളൂ. ആ വലിയ കാഴ്ചപ്പാടിലും ദർശനത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ പോരാട്ടവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ മൾട്ടിലാറ്ററൽ എഗ്രിമെൻറ്റുകളെയും ബൈലാറ്ററൽ എഗ്രിമെൻറ്റുകളെയും ഒക്കെ ഈ സ്വതന്ത്ര വ്യാപാരത്തിൻ്റെ പേരിൽ നടത്തിയ എല്ലാ കൊള്ളകളെയും ചോദ്യം ചെയ്യുന്നതിൻ്റെ കാര്യം ഇതാണ്. നമ്മളൊന്നും അറിയില്ല. നമ്മളറിയാതെ നമ്മുടെ മേൽ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ട്രേഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ കാർബൺ ക്രെഡിറ്റിൽ എന്താ നടക്കണേ? കാലാവസ്ഥാ വ്യതിയാനം പോലും ഇവർക്ക് കച്ചവടമാവുകയാണ്. കാരണം കാർബൺ ട്രേഡിങ് കമ്മോഡിറ്റിയായി. ട്രേഡിങ് കമ്മോഡിറ്റി ആകുമ്പോൾ കമ്പനികളുടെ വാങ്ങലും കൊടുക്കലുകളുടെ സാധനമായി. നമ്മളിവിടെ ദൈനംദിനം നിലനിന്ന് പോകാൻ പ്രയാസപ്പെടുകയാണ്. ഒരു കൃഷി ഇറക്കിയാൽ ആ കൃഷിയുടെ വിളവെടുക്കാൻ നമുക്ക് പറ്റുമോ ഇല്ല എന്നുള്ളത് പറയാൻ പറ്റാതെ ആദിയും വ്യാധിയായിട്ട് കഴിയുന്നത്. എന്തും സംഭവിക്കാം. എന്നാൽ ആ സ്ഥാനത്ത് ഈ കമ്പനികൾക്ക് കാർബൺ ട്രേഡായി അവർക്ക് ലാഭമുണ്ടാക്കാൻ പറ്റുന്ന വഴിയാണ് അവരുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ കുറേയും കൂടി ജാഗരൂകരാകേണ്ടതുണ്ട്. ഞാനിപ്പം കുട്ടികളോടാണ് പറയുന്നത്, നമ്മുടെ ക്യാമ്പസിലെ കുട്ടികൾ, നിങ്ങൾ വേറൊരു വർത്തമാനങ്ങളിലേക്ക് പോവല്ലേ. എന്താണ് ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യമെന്ന് തിരിച്ചറിയാൻ ഇന്ന് ഒരുപാട് സാധ്യതകളുണ്ട്. കടന്നു വരണം, അറിയണം. സ്കൂൾ കുട്ടികളാണെങ്കിലും കോളേജ് കുട്ടികളാണെങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന
നമ്മൾ അറിയാതെ ചതിക്കപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ കൃത്യമായ നിലപാടെടുത്ത് ഇത്തരം സാമ്രാജ്യത്വ അജണ്ടകളെ അല്ലെങ്കിൽ ഈ കോർപ്പറേറ്റ് അജണ്ടകളെ ചോദ്യം ചെയ്യാനും ചെറുക്കാനും സന്നദ്ധരായി മുന്നോട്ട് വരണം. വലിയ യുദ്ധം ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞു. നിങ്ങൾ സ്വയം ബോധവൽക്കരണ അറിവുള്ളവരായി മാറണം. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത്. റൈറ്റ്. അപ്പോൾ ഈ എന്താ പറയുക, നേരത്തെ പല കാര്യങ്ങളിലും ഒരുപക്ഷെ നമ്മൾ അറിയാതെ സംഭവിച്ചു പോയ ചതി ഈ പോളിസി രൂപവൽക്കരണത്തിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ കർഷക സംഘടനകൾ ഒരുപക്ഷെ അതിന് കൂടുതൽ മുൻകൈ എടുക്കാൻ ശ്രമിക്കുക തന്നെ ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്തു. നമുക്ക് ഈ വിഷയം ഇതിൻ്റെ തുടർ കാര്യങ്ങൾ വരുമ്പോൾ, ഇപ്പോൾ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും ഒരു പോളിസി ഫോർമേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും ശ്രമം നടത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ കോടതി വിധിയിൽ പറഞ്ഞ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രതികരണം ഇല്ലാതിരിക്കുകയാണ്, ഒരുപക്ഷെ ഈ ഹർജിക്കാർ ഇതിൻ്റെ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ അവരൊക്കെ ഈ കോസിനോട് വളരെ കമ്മിറ്റഡായി നിൽക്കുന്ന ആക്ടിവിസ്റ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് അവർ കോടതിയെ വീണ്ടും സമീപിക്കാനുള്ള സാധ്യതകൾ അവിടെയുണ്ട്. അതുപോലെ ഇത് ഒരു ലാർജർ ബെഞ്ചിൻ്റെ മുമ്പിലേക്ക് ഈ രണ്ട് ജഡ്ജിമാർക്ക് യോജിപ്പില്ലാത്തൊരു വിഷയം, ഇത് ഈ പോളിസിയിൽ ഇടപെടാൻ കഴിയോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം ഉന്നയിക്കപ്പെട്ടിരുന്നു. ജസ്റ്റിസ് പി വി നാഗരത്ന പറഞ്ഞത് ഈ പോളിസി തന്നെ ശരിയല്ല, അതുകൊണ്ട് ഈ പരീക്ഷണം നിർത്തണം, ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന പരീക്ഷണം നിർത്തണം, ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള മസ്റ്റർഡ് പരീക്ഷിക്കാനുള്ള അനുവാദം അത് നിർത്തണം എന്നാണ് ജസ്റ്റിസ് പി വി നാഗരത്ന പറഞ്ഞത്. അപ്പുറത്ത് ജസ്റ്റിസ് സഞ്ജയ് കറോൾ പറഞ്ഞത് ഇത് പോളിസിയാണ്, പോളിസി കാര്യങ്ങളിൽ സർക്കാരിൻ്റെ നയപരമായ കാര്യങ്ങളിൽ കോടതിക്ക് ഇടപെടാൻ കഴിയില്ല എന്നുള്ളതാണ്. ആ വിഷയം ഇപ്പോൾ വേറൊരു ബെഞ്ചിൻ്റെ മുമ്പിലേക്ക് ഇപ്പോൾ വരാൻ വരാം ചിലപ്പം എന്നല്ല, ഇത് ഡെഫിനറ്റ്ലി വരും. കാരണം ചീഫ് ജസ്റ്റിസിന് മുമ്പിൽ റെഫർ ചെയ്യണം എന്ന കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അത് വലിയ ബെഞ്ചിലേക്ക് വരും. അപ്പോൾ നിയമപോരാട്ടം ഇനിയും തുടരുക തന്നെയാണ് ചെയ്യുന്നത്. എന്തായാലും നമുക്കിതിൻ്റെ തുടർ നടപടികൾ ഉണ്ടാകുന്ന മുറയ്ക്ക് നമുക്ക് വീണ്ടും ഇതിനെക്കുറിച്ച് ഗൗരവത്തോടു കൂടി തന്നെ സംസാരിക്കാം. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.